നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യം. ജനനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ വിട പറഞ്ഞിട്ട് 3 ആണ്ട്. കണ്ണൂരും തലശ്ശേരിയിലും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും. വർഷമായി ചിറക്കരയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ലയിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. LDFന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മാഹി റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ തൊഴിലാളികൾ മാഹി രജിസ്ട്രേഷൻ ബസ് തർക്കത്തിന് താൽക്കാലിക പരിഹാരമായത് സംയുക്ത ചർച്ചയിൽ. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ സംഗമവും വികസന സെമിനാറും ഒക്ടോബർ 4-ന്. സെമിനാറിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി KP മോഹനൻ MLA. വാർത്തകൾ വിശദമായി. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന ജനനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 3 വർഷം. വർഷങ്ങൾക്കിപ്പുറവും കോടിയേരിയുടെ വീട്ടിലും കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിലും കേരളത്തിലെ നാനാഭാഗത്തിൽ നിന്നുള്ളവർ ഇപ്പോഴും എത്തുന്നു. വാർത്ത കാണാം. ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല. അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. വർഷങ്ങൾക്കിപ്പുറവും കോടിയേരിയുടെ വീട്ടിലും കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിലും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇപ്പോഴും എത്തുന്നുണ്ട്. കോടിയേരിയുടെ ഓർമ്മകൾ നിറഞ്ഞ വീട്ടിലെ മ്യൂസിയം കണ്ടും ഉദ്യാനത്തിന് നടുവിലെ പ്രതിമയിൽ അഭിവാദ്യമർപ്പിച്ചും പലരും മടങ്ങുകയാണ്. ഇതിനകം ആയിരങ്ങളാണ് കോടിയേരിയുടെ സ്മൃതി മ്യൂസിയം സന്ദർശിച്ചത്. കഴിഞ്ഞ 3 വർഷവും വീട്ടിൽ സന്ദർശകരൊഴിഞ്ഞ നേരമുണ്ടായിരുന്നില്ല. കോടിയേരിയുടെ ഭാര്യ വിനോദിനിയും മക്കളും എല്ലാവരെയും സ്വീകരിച്ചു. സന്ദർശക പുസ്തകത്തിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലെ കോടിയേരി സ്മരണകളിലൂടെ യാത്ര ചെയ്താൽ എത്രമേൽ ജനം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാകും. വേർപാടിൻ്റെ 3-ാം വർഷത്തിലും കോടിയേരി എന്ന നേതാവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് മലയാളികൾ. ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല. അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ 3-ാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ പയ്യാമ്പലത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, ഒക്ടോബർ 1 സിന്ദാബാദ്, ഒക്ടോബർ 1 സിന്ദാബാദ്, സഖാവ് കോടിയേരി സിന്ദാബാദ്, സഖാവ് കോടിയേരി സിന്ദാബാദ്, സഖാവ് കോടിയേരി സിന്ദാബാദ്, സഖാവ് കോടിയേരി സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, നല്ലൊരു നാളെ പുലർന്നു കാണാൻ, നല്ലൊരു നാളെ പുലർന്നു കാണാൻ, അവസാനത്തെ ശ്വാസം വരെയും, അവസാനത്തെ ശ്വാസം വരെയും നാടിനു വേണ്ടി പോരാടിയ, നാടിനു വേണ്ടി പോരാടിയ, നാടിനു വേണ്ടി പോരാടിയ, നാടിനു വേണ്ടി പോരാടിയ ധീരസഖാവേ കോടിയേരി, ധീരസഖാവേ കോടിയേരി. കോടിയേരി ബാലകൃഷ്ണന്റെ 3-ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. CPM നേതാക്കളായ AK ബാലൻ, EP ജയരാജൻ, കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 68 വർഷമായി ചിറക്കരയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ലയിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. LDFന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് ആക്ഷൻ കമ്മിറ്റി രൂപീകരണ യോഗം ചേർന്നു. വിജിലൻസ് കോടതി, MLA ഓഫീസ്, സ്കൂളുകൾ, ബാങ്കുകൾ, ആശുപത്രികൾ എന്നിവയടക്കം നിരവധി സ്ഥാപനങ്ങൾ ചിറക്കര പോസ്റ്റ് ഓഫീസ് പരിധിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ നിരവധി പേരാണ് ചിറക്കര പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കുന്നത്. ചിറക്കര കുഞ്ഞാമ്പറമ്പിൽ നടന്ന ആക്ഷൻ കമ്മിറ്റി രൂപീകരണത്തിൽ മോറക്കുന്ന് വാർഡ് കൗൺസിലർ പ്രമീള ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കാരണം ഞാനൊക്കെ ഒരുപാട് എഴുത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി
ഒരുപാട് ഉപയോഗിച്ച ഒരു സേവനമാണ് ഈ പോസ്റ്റ് ഓഫീസ് സേവനം. ആഴ്ചക്ക് എത്രയോ പ്രസിദ്ധീകരണങ്ങളും അതേപോലെ തന്നെ ഇതെല്ലാം അയക്കാനും ഒക്കെയുള്ള ഒരു വലിയൊരു ഉപാധിയായിരുന്നു ഈ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ്മാൻ കയറി ഇറങ്ങാത്ത ഒരു ദിവസം പോലും നമ്മുടെ ഒന്നും വീട്ടിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം പോസ്റ്റ്മാൻ പറയുകയുണ്ടായി, ഇപ്പം പോയിട്ട് മൂപ്പർ ഇവിടെ പരിചയമുള്ള ആളാണ്. ഇപ്പോൾ ചെറുക്കര പോസ്റ്റ് ഓഫീസിൽ മൂപ്പർ പോയിട്ട് ടൗണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മളെ ഇതെല്ലാം അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരതെല്ലാം പെറുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അധിക ചാർജും കൊടുത്തിട്ടുണ്ട്. വാസോട്ടനെല്ലാം നിൽക്കുന്ന തിരുവങ്ങാട് പോസ്റ്റ് ഓഫീസിൻ്റെ പരിധിയിലും അവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു BSNLൻ്റെ എല്ലാം തകർച്ച പോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഇങ്ങനെ ഒരു സ്വകാര്യവൽക്കരിക്കേണ്ട ഒരു ഭാഗമായിട്ടായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ CPM തലശ്ശേരി ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ST ജെയ്സൺ സ്വാഗതം പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് റിട്ടയർഡ് ജീവനക്കാരൻ മോഹനൻ കാര്യങ്ങൾ വിശദീകരിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായി കാന്തലോട്ട് വത്സനെ തിരഞ്ഞെടുത്തു. മാഹി റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ തൊഴിലാളികൾ മാഹി രജിസ്ട്രേഷൻ ബസ് തർക്കത്തിന് താൽക്കാലിക പരിഹാരമായതായി മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ, RTO, ബസ് ജീവനക്കാരുടെ പ്രതിനിധികൾ, വടകര RTO, ചോമ്പാല പോലീസ്, ഓട്ടോ തൊഴിലാളികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് നടത്തിയ സംയുക്ത ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. മാഹി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാഹി PRTC കോപ്പറേറ്റീവ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ആളെ കയറ്റുന്നതും സമയക്രമം പാലിക്കാത്തതുമായ വിഷയത്തിൽ ഒടുവിൽ പരിസമാപ്തി. ഓട്ടോ തൊഴിലാളികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള തർക്കത്തിനും താൽക്കാലിക പരിഹാരമായി. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ, RTO, ബസ് ജീവനക്കാരുടെ പ്രതിനിധികൾ, വടകര RTO, ചോമ്പാല പോലീസ്, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. ദിവസവും രാവിലെ 5:30 മുതൽ രാത്രി 9 മണി വരെ 20 മിനിറ്റിൻ്റെ ഇടവേളയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും PRTCയുടെയും മാഹി ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ബസ്സുകൾ സർവീസ് നടത്തും. ഒരു സമയം ഒരു ബസ് മാത്രമേ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വരാൻ പാടുള്ളൂ. ബസ് ആളെ കയറ്റിയതിനു ശേഷം 5 മിനിറ്റിൽ കൂടുതൽ അവിടെ നിർത്തുവാൻ പാടില്ല. ഇത്തരം തീരുമാനങ്ങളിലൂടെയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. ബാലരംഗം കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയാണ് രാഷ്ട്രപിതാവ് എന്ന സന്ദേശമുയർത്തി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ വൈകിട്ട് 3-ന് പാനൂർ ബസ് സ്റ്റാൻഡിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയാണ് രാഷ്ട്രപിതാവ് എന്ന സന്ദേശമുയർത്തി ബാലരംഗത്തിന്റെ നേതൃത്വത്തിൽ 51 കേന്ദ്രങ്ങളിൽ ബാലരംഗം പതാക ഉയർത്തി ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 3-ന് പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തിരുവോര പ്രശ്നോത്തരി നടത്തും. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുരം ഗാന്ധി സ്മൃതി ഭാഷണം നടത്തും. ഈ വർഷത്തെ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ജേതാവ് ഡോക്ടർ TK അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാലരംഗം മണ്ഡലം ചീഫ് കോർഡിനേറ്റർ പന്നിയോടൻ ചന്ദ്രൻ, കോർഡിനേറ്റർമാരായ യദു S. വിനിൽ, KP അശ്വതി, VP ഷാവിൻ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മുടെ ബാലരംഗം വിദ്യാർത്ഥി കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഗാന്ധി ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളെ പറ്റി വിവരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. അപ്പോൾ ബാലരംഗം എന്ന് പറയുമ്പോൾ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. വിദ്യാർത്ഥികളുടെ ഭാവനയും രാഷ്ട്രീയ ബോധവും വളർത്താനാണ് നമ്മുടെ സംഘടനയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് എന്ന സന്ദേശം മുഴക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് രാവിലെ 51 ബാലരംഗത്തിൻ്റെ 51 കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ പരിപാടികൾക്ക് തുടക്കം കൊടുക്കുന്നത്. തുടർന്ന് വൈകുന്നേരം 3 മണിക്ക് പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഒരു തെരുവോര പ്രശ്നോത്തരിയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ MLA ആയ ശ്രീ KP മോഹനൻ അവർകളാണ്. പിന്നെ പ്രശസ്ത ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുരം ഗാന്ധി സ്മൃതി ഭാഷണം നടത്തും. പറഞ്ഞു കേൾക്കാത്ത രീതിയിൽ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് എന്ന് ഊന്നി പറയേണ്ടുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ.
അല്ലെങ്കിൽ ഒരു ചോദ്യം വരും, ഗാന്ധിജി തന്നെയല്ലേ രാഷ്ട്രപിതാവ്? എന്താണ് ആ ചോദ്യത്തിനൊരു പ്രസക്തി, എന്ന ഉദ്ധരണിക്ക് എന്താണ് പ്രസക്തി എന്നൊരു ചോദ്യം വരും. പക്ഷേ ഇത് ആവർത്തിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഗാന്ധിജി അല്ല രാഷ്ട്രപിതാവ് എന്ന് സ്ഥാപിക്കാനുള്ള, ഗാന്ധിജി രാഷ്ട്രപിതാവല്ലേ അല്ല എന്ന് പറയാനുള്ള ഒരു സന്ദേശം ജനങ്ങളുടെ ഇടയിൽ വളരെ ഒരു ഗൂഢമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള, സ്വന്തം രാഷ്ട്രത്തിൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയപരമായ അസ്തിത്വം നിലനിർത്താനുള്ള ബാധ്യത ഈ സമൂഹം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രവർത്തനം ആരംഭിച്ച ഒരു വർഷത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം 500 സോളാർ പ്രൊജക്ടുകൾ ചെയ്ത് മുന്നേറുകയാണ് കണ്ണൂർ ആസ്ഥാനമായ KV സോളാർ. ഒട്ടനവധി പുരപ്പുറം സോളാർ പ്രൊജക്ടുകൾ മാത്രമല്ല, വലിയ കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകളും KV സോളാർ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. കേരള വിഷന്റെയും കണ്ണൂർ വിഷന്റെയും സഹോദര സ്ഥാപനമാണ് KV സോളാർ. പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം 500 സോളാർ പ്രൊജക്ടുകൾ ചെയ്ത് മുന്നേറുകയാണ് കണ്ണൂർ ആസ്ഥാനമായ KV സോളാർ. ഒട്ടനവധി പുരപ്പുറം സോളാർ പ്രൊജക്ടുകൾ മാത്രമല്ല, വലിയ കൊമേഴ്സ്യൽ പ്രൊജക്ടുകളും KV സോളാർ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. കണ്ണൂർ ടൗണിലെ മാഗ്നറ്റ് ഹോട്ടലിലെ 150 കിലോ വാട്ട് കൊമേഴ്സ് പ്രൊജക്ടിന് ശേഷം ഇപ്പോൾ കണ്ണൂർ മേലച്ചൊവ്വയിലെ അസറ്റ് സെനറ്റ് എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ സോളാർ പ്രൊജക്ട് കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ് KV സോളാർ. അസറ്റ് സെനറ്റ് അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ ഈ വലിയ പ്രൊജക്ട് അസോസിയേഷൻ പ്രസിഡന്റ് സോമശേഖരനാണ് ഉദ്ഘാടനം ചെയ്തത്. Very heavy loss in spite of charging forward, and if they are going to get lesser amount by way of ability to take this solar load, I think electricity board has to, but I don't know why our people, maybe it's not the government institution, they are not utilizing the അസോസിയേഷന്റെ മുൻ സെക്രട്ടറി ബി രതീശൻ, ബി വരദരാജ്, ഡോക്ടർ ഷബാന ഫിറോസ്, MT മനോജ്, അസറ്റ് ബിൽഡേഴ്സിന്റെ സോണൽ ഹെഡ് പ്രശാന്ത്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ബിജു നായർ എന്നിവർക്ക് പുറമെ KV സോളാറിന്റെ മാനേജിംഗ് ഡയറക്ടർ വിനയകുമാർ, പ്രൊജക്ട് മാനേജർ ശിവപ്രസാദ്, മാനേജർ CL ബിജേഷ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ ആദ്യമായി സോളാർ വഹിക്കുന്ന കസ്റ്റമർക്ക് സബ്സിഡി തുകയടക്കം ചെലവാകുന്ന മുഴുവൻ തുകയ്ക്കുമുള്ള ഇൻഷുറൻസ് ഫ്രീ ആയി ചെയ്തു നൽകുന്ന കമ്പനിയാണ് KV സോളാർ എന്ന് മാനേജിംഗ് ഡയറക്ടർ വിനയകുമാർ പറഞ്ഞു. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ സോളാർ പാനലുകളാണ് KV സോളാർ ഉപയോഗിക്കുന്നത്. 6% ആരംഭിക്കുന്ന കുറഞ്ഞ പലിശയ്ക്ക് ദീർഘകാല ലോൺ കസ്റ്റമർക്ക് ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 30 വർഷത്തെ വാറണ്ടിയും 5 വർഷത്തെ ഫ്രീ സർവീസും ഉറപ്പു നൽകുന്ന KV സോളാർ ഒരു വർഷം കൊണ്ട് ഒരു ജില്ലയിൽ മാത്രം 500 സോളാർ പ്രൊജക്ടുകൾ ചെയ്തത് കേരള വിഷന്റെയും കണ്ണൂർ വിഷന്റെയും സഹസ്ഥാപനം ആയതുകൊണ്ടാണെന്നും ആ ജനവിശ്വാസമാണ് KV സോളാറിന്റെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ലാസ്റ്റ് 1 ഇയർ കേരള വിഷൻ അല്ലെങ്കിൽ കണ്ണൂർ വിഷൻ പറയുന്ന കമ്പനിയുടെ അണ്ടറിലുള്ള KV സോളാർ കഴിഞ്ഞ ഒരു 11 മാസത്തിനുള്ളിൽ 500ഓളം പ്രൊജക്ടുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് GSTയിൽ വന്ന കുറവ് മൂലം സോളാർ പ്രൊജക്ടുകളിൽ വന്നിരിക്കുന്ന വിലക്കുറവ് കസ്റ്റമർക്ക് നൽകുകയാണെന്നും KV സോളാർ പ്രൊജക്ട് മാനേജർ ശിവപ്രസാദ് അറിയിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പഞ്ചായത്തിന്റെ 6 റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് MB ശ്രീഷ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് റോഡ് പ്രവൃത്തികൾ നടത്തുന്നത്. റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ നിർവഹിച്ചു. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത്. കോൺട്രാക്ടർമാർക്കും അതിന്റെ റിപ്പോർട്ട് സ്ഥലം MLA അറിയിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. റോഡിന്റെ കൃത്യത ഉണ്ടാവണം. അതിന്റെ വർക്ക് മോണിറ്ററിങ് ചെയ്യാൻ റോഡ് കമ്മിറ്റി വരെ വിളിച്ചു ചേർക്കാൻ വേണ്ട നിർദ്ദേശമുണ്ട്. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ റോഡുകൾക്കും റോഡ് സുരക്ഷാ കമ്മിറ്റി വേണം. നിലവിലുണ്ടെങ്കിലും അത് നമുക്ക് വീണ്ടും മോണിറ്ററിങ് ചെയ്യാനുള്ള ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കണം എന്ന് കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണോ ഈ റോഡ് മൺ റോഡ് ആക്കി കൊടുത്തത്, അതേ ഇതിൽ തന്നെ നമുക്ക് ആ ഓരോ വീട്ടുകാരും ഇതിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റിക്കൊണ്ടുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കണം. നിങ്ങളും കോൺട്രാക്ടർമാരും കോൺട്രാക്ട് വർക്ക് ചെയ്യുമ്പോൾ റോഡ്
മോണിറ്ററിങ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രവർത്തനം നമുക്ക് ഇവിടെ നടത്താൻ വേണ്ടി സാധിക്കണം. എന്തായാലും നമ്മുടെ ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. നമ്മൾ ഏറ്റവും പ്രയാസം നമ്മുടെ ജനങ്ങളും അതേപോലെ തന്നെ സർക്കാരും കൂടിയുള്ള ഏറ്റവും വലിയ അകലം അല്ല, ഏറ്റവും വലിയ ചേർച്ചയാണ് ഇവിടെ കാണാൻ പോകുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വിജു അധ്യക്ഷനായി. എം കെ പ്രഭാവതി, കെ പ്രീത, CDS മെമ്പർ വി സജിന, കണ്ടിൻ ഷീബ, എ വി നിശാന്ത്, കോൺട്രാക്ടർ അനഗ് ബാബു എന്നിവർ സംസാരിച്ചു. 18 ലക്ഷം രൂപയാണ് വാച്ചാലിമുക്ക് കളരിമുക്ക് റോഡിന് അനുവദിച്ചത്. ആകെ 6 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് നടന്നത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ സംഗമവും വികസന സെമിനാറും ഒക്ടോബർ 4 നടക്കും. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെയായി പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സെമിനാർ നടക്കുകയെന്ന് KP മോഹനൻ MLA പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ സാഫല്യമാണ് ഈ 4-ാം തീയതി കൂത്തുപറമ്പ് മണ്ഡലം സാഫല്യം ജനപ്രതിനിധി സംഗമത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചും അവർ ഇനിയും ആഗ്രഹിക്കുന്നത് എന്തെല്ലാം എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വലിയ ചർച്ചയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അത് കാലത്ത് 9:30 മണിക്ക് സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആരംഭിച്ച് വൈകുന്നേരം 4 മണി വരെയാണ് ചടങ്ങ്. കൃത്യം 11 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാഫല്യത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ കലക്ടറും അതോടൊപ്പം തന്നെ പ്രിയങ്കരനായ നമ്മുടെ MP ഷാഫി പറമ്പിലും പങ്കെടുക്കുന്നു. രാവിലെ 9:30 2020-25 വർഷത്തെ വികസനങ്ങളുടെ സാക്ഷാത്കാരം എന്ന വിഷയത്തിൽ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ഷീലയുടെ അധ്യക്ഷതയിൽ സെമിനാർ ആരംഭിക്കും. കില കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ PV രത്നാകരൻ മോഡറേറ്ററാകും. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V. സുജാത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C. രാജീവൻ, NV ഷിനിച്ച, P. വത്സൻ, K. ലത എന്നിവർ സംബന്ധിക്കും. രാവിലെ 11 മണിക്ക് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. KP മോഹനൻ MLA അധ്യക്ഷത വഹിക്കും. ഷാഫി പറമ്പിൽ MP സുവനീർ പ്രകാശനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ആദ്യ പ്രതി ഏറ്റുവാങ്ങും. ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ ഉപഹാര വിതരണം നടത്തും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ സംബന്ധിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ത്രിതല പഞ്ചായത്ത് 2025-30 തുടർ പ്രവർത്തനങ്ങളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജയുടെ അധ്യക്ഷതയിൽ സെമിനാർ നടക്കും. കില സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ PV രാമകൃഷ്ണൻ മോഡറേറ്ററാകും. കൂത്തുപറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ V. രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ M. ധർമ്മജ, KP പ്രദീപ് കുമാർ, M. രാജശ്രീ, N. അനിൽകുമാർ എന്നിവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രചരണ വിഭാഗം ചെയർപേഴ്സണും പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ NV ഷിനിജ, കൺവീനറും പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റുമായ KK സജീവ് കുമാർ, സാഫല്യം കോർഡിനേറ്റർ KP രമേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം,
പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646 Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കരിയാട് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനാചരണം നടന്നു. KNUP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിയാട് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക വയോജന ദിനാചരണ പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ രക്ഷിതാക്കളെ ഞങ്ങൾ വളർത്തി വലുതാക്കി ഇത്തരത്തിൽ എത്തിച്ചേർന്ന സ്വന്തം രക്ഷിതാക്കളെ വഴിയിലിട്ടേച്ച് പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ ഏൽപ്പിക്കുക എന്ന രൂപത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് വരികയാണ്. അതിനൊരു തടയിടുന്നു. അതാണ് വയോജന സമിതിയുടെ ലക്ഷ്യം. അപ്പോൾ അവരിൽ നിന്ന് ഈ പരാതികളൊക്കെ തന്നെ കേട്ട് ഞങ്ങളവിടെ പോയി അന്വേഷിക്കുന്നു, ഒക്കെ തന്നെ ചെയ്യുന്നു. അത് ഇപ്പം തന്നെ ഇത്തരത്തിലുള്ളവർക്കുള്ള പാർപ്പിടങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ വരികയാണ്. കൊല്ലത്ത് ഞാനൊരു ഈ പാർപ്പിടം വിസിറ്റ് ചെയ്യാൻ പോയി. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം നല്ല സുഖസുന്ദരമായ സ്ഥലം. അവിടെ എത്തിയാൽ ആർക്കും ഇവിടെ കിടക്കണം തോന്നിപ്പോകും.
അത്ര സുന്ദരമാണ്. എല്ലാ കാര്യങ്ങളും കൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ കളിക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ അവർ തന്നെ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പഴയ കാലത്തൊക്കെ തന്നെ ചെയ്ത കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം. ഇപ്പോഴും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വയോജനങ്ങൾ ഇപ്പോഴും ഉണ്ട്. മുൻ പാഞ്ഞൂർ നഗരസഭാ കൗൺസിലർ പി കെ രാജൻ അധ്യക്ഷനായി. പി കെ പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. പി കെ മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി. കൗൺസിലർ കെ കെ മിനി, പി കെ ഗൗരി തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണവും നടന്നു. JCI തലശ്ശേരി റോയൽസിന്റെ നേതൃത്വത്തിൽ സല്യൂട്ട് ദി സൈലന്റ് സ്റ്റാർ പദ്ധതി തുടരുന്നു. പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി മോഡേൺ ഹോട്ടലിലെ പാചകക്കാരൻ വത്സനെ ആദരിച്ചു. വടക്കുംപാട് കൂളി ബസാർ കൊശവൻകുളങ്ങര വത്സൻ കഴിഞ്ഞ 42 വർഷമായി തലശ്ശേരി മോഡേൺ ഹോട്ടലിലെ പാചകക്കാരനാണ്. വത്സനെ JCI റോയൽ പ്രസിഡന്റ് ഷഹസാദ് ഹിന്ദുസ്ഥാൻ ഉപഹാരം കൈമാറി അനുമോദിച്ചു. സെക്രട്ടറി പി പി വിജോയ് മുഖ്യാതിഥിയായി. JCIയുടെ ആഭിമുഖ്യത്തിൽ ഒരാളെ, അതായത് ഹോട്ടൽ മേഖലയിൽ നിന്നുള്ള ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ തലശ്ശേരി മേഖലയിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഹോട്ടൽ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കുകയും അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് നമ്മൾ. ഏതായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മോഡേൺ ഹോട്ടൽ ഏകദേശം 100 വർഷം അടുത്ത വർഷം പൂർത്തിയാകുകയാണ്. ഈ അവസരത്തിൽ ഇവിടെയുള്ള മത്സരം നമ്മൾ കണ്ടെത്തുകയും 42 വർഷം ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കിന്ന് ഒരു അത്ഭുതപ്പെടുന്ന കാര്യമാണ്. കാരണം ഒരു ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്കോ ഒരാൾ കയറിപ്പോയാൽ അപ്പോൾ ഏകദേശം ഒരു മാക്സിമം ഒരു വർഷം പോലും ഇപ്പോൾ നിൽക്കുന്നില്ല. ഒരു വർഷം പോലും ആ ഹോട്ടലിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലി സ്ഥലങ്ങളിൽ നിൽക്കാതെ അടുത്ത സ്ഥലം തേടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഒരു 42 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് തോന്നിയത്. അത് വത്സേട്ടൻ്റെ മാത്രം ഒരു കാര്യമല്ല. കാരണം ഈ മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുന്നത്. മാനേജ്മെന്റിന്റെ ഒരു കൃത്യമായ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും ആരും നിലനിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അത് മാനേജ്മെന്റിന്റെ കൃത്യമായ നല്ലൊരു സപ്പോർട്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ആണ് കരുതുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാൾ ഇത്രയും വർഷം ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും എന്നും തോന്നുന്നില്ല. ട്രഷറർ NK അഖിൽ, CK ഭവീഷ്, സജിത് കുമാർ, AT ആഷിഖ് ഹമീദ്, സഹദേവൻ ജയഭാരതി, വൈസ് പ്രസിഡന്റ് KM സുമേഷ്, മോഡേൺ MT M അക്ഷയ്, TV പ്രകാശ് ബാബു എന്നിവരടക്കം നിരവധി പ്രമുഖർ ആദരായന ചടങ്ങിൽ സംബന്ധിച്ചു. തലശ്ശേരി APM മൊബൈൽസിന്റെ ഉപഹാരവും ചടങ്ങിൽ കൈമാറി. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായി കലാകായികമേളയും വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി ഉല്ലാസയാത്രയും സംഘടിപ്പിച്ചു. കുന്നോത്തുപറമ്പിന്റെ ജനകീയ ഡോക്ടറായ ഡോക്ടർ KK രവീന്ദ്രൻ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ഒരുക്കിയ കലാകായികമേളയും ഉല്ലാസയാത്രയും വേറിട്ടതായി. പഞ്ചായത്ത് പ്രസിഡന്റ് K ലതയുടെ അധ്യക്ഷതയിൽ കുന്നോത്തുപറമ്പിന്റെ ജനകീയ ഡോക്ടർ KK രവീന്ദ്രൻ ഉല്ലാസയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. വയോജനത്തിൽപ്പെടുന്ന ആളാണ്. എനിക്കും നിങ്ങളുടെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് സൺഡേ അല്ലല്ലോ. അത് നമുക്ക് ഫാമിലി സേവ് നടത്തി പഠിക്കാറില്ല. എന്നിരുന്നാലും കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഈ വയോജനങ്ങളുടെ ഉല്ലാസയാത്ര മംഗളമായി ഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നുണ്ട്. ഞാനിതിന്റെ പഞ്ചായത്തിലെ 21 വാർഡിൽ നിന്നും വയോജനങ്ങൾ യാത്രയിൽ പങ്കാളികളായി. ഓരോ വാർഡിൽ നിന്നും 6 പേർ വീതം 150 പേരാണ് യാത്രയിൽ പങ്കാളികളായത്. നീലേശ്വരം ഉല്ലാസ ബോട്ട് യാത്ര, മുഴപ്പിലങ്ങാടി ബീച്ച്, പയ്യാമ്പലം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളാണ് യാത്രയിൽ ഉൾക്കൊള്ളിച്ചത്. പരിപാടികൾക്കായി പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപയാണ് നീക്കിവെച്ചത്. SMS പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് സെല്ലും വ്യവസ്ഥകളും എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. പാനൂർ ഇക്ര ഖുറാൻ കോളേജ് കോൺഫറൻസ് ഹാളിലാണ് ചർച്ച നടന്നത്. കേരള വഖഫ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ വിഷയാവതരണം നടത്തി. സുന്നി മഹല്ല് ഫെഡറേഷൻ SMF പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വഖഫ് സെല്ലും വ്യവസ്ഥകളും എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചത്. കേരള വഖഫ് ബോർഡ് അംഗം
അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ ക്ലാസ് എടുത്തു. നിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത് വന്ന ഒരുപാട് സംഭവങ്ങളുടെ ഒരു പരിസമാപ്തി എന്ന് പറയാനായിട്ടില്ല. അവസാനം വന്നത് വഖഫിന്റെ ബില്ലാണ്. എന്തുകൊണ്ടാണ് വഖഫിന്റെ ബില്ല്? നിങ്ങൾ ആലോചിക്കണം. വഖഫ് എന്ന് പറയുന്നത് കോടാനുകോടി സ്വത്തുകൾ. ഈ വഖഫുകളെ തൊട്ടാൽ മാത്രമേ ഈ കമ്മ്യൂണിറ്റിയെ ദുർബലമാക്കാൻ, ബലഹീനമാക്കാൻ, ക്ഷീണിപ്പിക്കാൻ കഴിയും. ഈ രാജ്യത്തെ വഖഫ് നിയമം എന്ന് പറയുന്നത് 1954 നിയമം വന്നു. പിന്നെ 54 ശേഷം 95 വന്നു. 95 ശേഷം 2013 വന്നു. കാലാനുസൃതമായ ഭേദഗതികളും ഡിസ്കഷനും ഡിബേറ്റും ഒക്കെ നടന്നിട്ടുണ്ട്. അത് BJPക്കോ അല്ലെങ്കിൽ RSSനോ വിശ്വ ഹിന്ദു പരിഷത്തിനോ ബദലിനോ ഹിന്ദു ടൈഗർ ഫോഴ്സ് എന്ന് പറയാൻ കഴിയുന്ന സംഗതിയല്ല. കാരണം ഞാനിത് പറയുന്നത് ഇതിന്റെ കാലാനുസൃതമായ മാറ്റങ്ങളുടെ കൂടെ കഴിഞ്ഞ 30 കൊല്ലക്കാലം സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത്. SMF കണ്ണൂർ ജില്ലാ ഓർഗനൈസർ TV അഹമ്മദ് ദാരിമി പ്രാർത്ഥന നടത്തി. പാനൂർ മേഖല പ്രസിഡന്റ് EM ബഷീർ അധ്യക്ഷനായി. പാനൂർ മേഖല ജനറൽ സെക്രട്ടറി റഹീം ചമ്പാട് സ്വാഗതം പറഞ്ഞു. SMF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ P മുഹമ്മദ്, E അഷ്റഫ്, നാസർ കോട്ടയിൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പാനൂർ, പാറാട്, ചമ്പാട് റേഞ്ചിൽപ്പെട്ട 60ഓളം മഹലുകളിൽ നിന്നുള്ള ഭാരവാഹികളും പ്രവർത്തക സമിതി അംഗങ്ങളും ചർച്ചയിൽ പങ്കാളികളായി. മോഹിനിയാട്ടവും വീണാവിഷ്കാരവും സമന്വയിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടിയായ ലാസ്യ വിഭജിക ഒക്ടോബർ 2 വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് കണ്ണൂർ ചിറക്കൽ ചാമുണ്ടിക്കോട്ടം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശിനിയായ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാറും കണ്ണൂർ ചിറക്കൽ കോവിലകത്തെ സുമാ സുരേഷ് വർമ്മയും ചേർന്നാണ് അവതരണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മോഹിനിയാട്ടവും വീണാവിഷ്കാരവും സമന്വയിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടിയായ ലാസ്യ വിഭജിക ഒക്ടോബർ 2 വ്യാഴാഴ്ച വൈകിട്ട് 7 കണ്ണൂർ ചിറക്കൽ ചാമുണ്ടിക്കോട്ടം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശിനിയായ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാറും കണ്ണൂർ ചിറക്കൽ കോവിലകത്തെ സുമാ സുരേഷ് വർമ്മയും ചേർന്നുകൊണ്ടാണ് അവതരണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വായ്പാട്ടിന് പകരം വീണയുടെ അകമ്പടിയോടെ ഒരുക്കിയിരിക്കുന്ന ഈ അവതരണത്തിൽ നൃത്തവും സംഗീതവും കൈകോർത്ത് മുന്നേറും. സാധാരണയായി വായ്പാട്ട്, നാട്ടുവാങ്കം, മൃദംഗം, വയലിൻ, ഇടയ്ക്ക എന്നീ വാദ്യോപകരണങ്ങളുടെയാണ് ഇത്തരം പരിപാടികൾ നടക്കാറുള്ളത്. എന്നാൽ ലാസ്യ വിഭജികയിൽ വായ്പാട്ട് വീണയുടെ നാദത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകർക്ക് സുപരിചിതമായ സ്വാതിതിരുനാൾ കൃതികളും ശാസ്ത്രീയ ഗാനങ്ങളും ഇതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അഷ്ടപതിയാട്ടം എന്ന അന്യം നിന്ന് പോയ അപൂർവ കലാരൂപം പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച് 200-ലധികം വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രഗത്ഭ മോഹിനിയാട്ട നർത്തകിയാണ് കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ. 14-ാം വയസ്സിൽ വീണാപഠനം ആരംഭിച്ച സുമാ സുരേഷ് വർമ്മ ഇന്ന് കേരളത്തിലെ ശ്രദ്ധേയ വീണവിദൂഷികളിൽ ഒരാളാണ്. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടന്ന ഒരു കലാപരിപാടിക്കിടെയാണ് മോഹിനിയാട്ടവും വീണയും സമന്വയിപ്പിച്ചുള്ള അവതരണം നടത്തണം എന്ന ആശയം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുന്നോട്ട് വച്ചത്. ഇതിന് അദ്ദേഹം തന്നെയാണ് ലാസ്യ വിഭജിക എന്ന പേർ നൽകിയത്. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. വിസ്മയം തീർക്കുവാൻ
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. തിരികെ വാർത്തകളിലേക്ക്. ലോക വയോജന ദിനാഘോഷം സംഘടിപ്പിച്ച് ഒളവിലം ചെറുവയിൽ മുക്കിലെ പി ഉമ്മർ ഹാജി മെമ്മോറിയൽ പകൽ വീട്. പരിപാടിയുടെ ഭാഗമായി പകൽ വീട്ടിലെ അംഗങ്ങളുമായി ഒളവിലം റഹ്മാനിയ വനിതാ യത്തീംഖാനയിലെ കുട്ടികൾ സംവദിച്ചു. ഒളവിലം വനിതാ യത്തീംഖാനയിൽ താമസിച്ച് പഠിക്കുന്ന 50ഓളം കുട്ടികളും റെസിഡന്റ് കൗൺസിലറും ടീച്ചർമാരുമാണ് പകൽ വീട്ടിലെത്തി ആഘോഷത്തിൽ പങ്കുചേർന്നത്. യത്തീംഖാനയിലെ മികച്ച വിദ്യാർത്ഥിനികൾക്കുള്ള സമ്മാനദാനം പകൽ വീട്ടിലെ അംഗങ്ങളായ പുരുഷു, ഹരി, അച്ചു, PP മുഹമ്മദ്, TV അലി, ചന്ദ്രൻ, കരുണൻ എന്നിവർ നിർവഹിച്ചു. പകൽ വീടിന്റെ പരിസരത്തുള്ളവർ കുടുംബങ്ങളായി പകൽ വീട് സന്ദർശിച്ച് ആശംസകൾ നേർന്നു. സ്പോർട്ടിംഗ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ TV മിഫ്താഹ് സ്വാഗതം പറഞ്ഞു. പകൽ വീട് ട്രസ്റ്റ് കൺവീനർ VK ഖാലിദ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പി ഉമർ ഹാജിയുടെ സഹോദരനും ട്രസ്റ്റ് ചെയർമാനുമായ മൊയ്തു പാറേമൽ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തിന്റെ ഓരോരോ വിശേഷ ദിവസങ്ങളിലും ഇതിന്റെ ഭാരവാഹികളിൽ ഓരോ ഫംഗ്ഷൻ വെച്ചിട്ട് ഇവിടെ ആൾക്കാർ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ചെറിയൊരു സ്ഥാപനമാണെങ്കിലും മഹത്തായ ഒരു സ്ഥാപനം തന്നെ പറയാനുള്ള. കാരണം രാജ്യത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു മാതൃക, അതായത് പ്രയാസത്തിന്റെ ഞാൻ അറിഞ്ഞെടുത്തോളം ഒരുപാട് വയസ്സുള്ള ആൾക്കാർ വീടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഇല്ലാതെ മാത്രമല്ല, അത് എടുത്തു കൊടുക്കാനാളില്ല, മരുന്നെടുത്തു കൊടുക്കാനാളില്ല, മനസ്സമാധാനപ്പെടുത്താനാളില്ല. മുമ്പേ കടകളിൽ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുന്ന പ്രായമുള്ള ആൾക്കാർ അവർക്കൊരു കേന്ദ്രം വേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ടാക്കിയത്, പകൽ വീട്. ഇവിടെ നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ എല്ലാ സൗകര്യങ്ങളും നീ ഒരുപാട് വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുമ്പ് തുകയില്ലാതായി പോയി. മുമ്പ് ആഗ്രഹം അങ്ങനെ ബാക്കിയുണ്ട്. വണ്ണത്തങ്ങണ്ടി സ്കൂൾ മുൻ പ്രധാനാധ്യാപിക ഗീതാരാജൻ, റസാഖ് പുന്യം, KC രാജൻ, അസ്ലൻ ചാത്തോത്ത്, PC അബ്ദുള്ള, സഫീർ ഹാജി എന്നിവർ സംസാരിച്ചു. ചന്ദ്രൻ കിളച്ചത്ത് നന്ദി പറഞ്ഞു. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പല സ്ഥലത്തും കൈവിട്ടി ആരും ചെറുപ്പത്തില്ല. അപ്പൊ അതിന്റെ ഉപകാരമായിട്ട് പനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയെ കേരള സംസ്ഥാന ഹൗസിംഗ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലയിലെ മികച്ച ഹൗസിംഗ് സഹകരണ സംഘമായി തെരഞ്ഞെടുത്തു.
എറണാകുളത്തെ ഹൗസ് ഫെഡ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് കെ രവീന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങിയതായി ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളത്തെ ഹൗസ്ഫെഡ് ആസ്ഥാനത്ത് ചേർന്ന ചടങ്ങിൽ വെച്ച് പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങിയതായി ഭാരവാഹികൾ പറഞ്ഞു. 1968 പ്രവർത്തനം ആരംഭിച്ച സംഘം ഇന്ന് പ്രവർത്തന പഥത്തിൽ 57 വർഷം പിന്നിടുകയാണ്. ഭവന വായ്പ, വീട് പുതുക്കിപ്പണിയൽ തുടങ്ങിയവയ്ക്ക് പുറമെ സ്ഥിര നിക്ഷേപം, സേവിങ്സ് തുടങ്ങി ബാങ്കിംഗ് പ്രവർത്തനം തുടങ്ങിയവ നടത്തുന്ന സംഘം ഇന്ന് വൈവിധ്യവൽക്കരണത്തിലൂടെ സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഷോറൂം, വിദ്യാർത്ഥികളുടെ പഠനോപകരണങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്ന എഡ്യു ഷോപ്പ്, കോൺഫറൻസ് ഹാൾ എന്നിവ സംഘത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. സഹകരണ ഇലക്ട്രിക്കൽസിന് കടവത്തൂർ ബ്രാഞ്ച് കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഫെഡറേഷൻ ലോൺ, ഓൺ ഫണ്ട് ലോൺ എന്നിവയിലായി 6161 വീടുകൾക്ക് ഇതിനകം വായ്പ നൽകിയിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ 15 ജീവനക്കാർ സംഘത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംഘം വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ കുന്നോത്ത്, സെക്രട്ടറി എ പ്യാരി, അക്കൗണ്ടന്റ് കെ ബീന, ഡയറക്ടർമാരായ പി കുമാരൻ, പയറ്റാട്ട് രാജൻ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ മികച്ച ഹൗസിംഗ് സൊസൈറ്റിയായി തിരഞ്ഞെടുത്ത വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുള്ളത്. വർഷങ്ങളായി സഹകരണ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. 1968 ഇത് ആരംഭിച്ചത്. അപ്പോൾ ഒരുപാട് ഭവനരഹിതരായ ഒരുപാട് ആളുകൾക്ക് വീട് നിർമ്മാണത്തിന് വേണ്ടി, വീട് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അടക്കം ഒരുപാട് വായ്പകളൊക്കെ തന്നെ നൽകിക്കൊണ്ട് ഈ സംഘം ഇതിൻ്റെ പ്രവർത്തന പഥത്തിൽ പുതിയ കാഴ്ചപ്പാടുകളുമായി മുന്നേറുകയാണ്. വായ്പകൾ കൊടുക്കുന്നതിന് പുറമെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ങിൻ്റെ ഒരു ഷോറൂം പാനൂരിലും മറ്റൊന്ന് കടവത്തൂരിലും തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എഡ്യു ഷോപ്പ് പാനൂരിൽ ആണ്. നമ്മുടെ പാനൂർ ബിൽഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ വർഷവും കണ്ണൂരിലെ ഏറ്റവും നല്ല സഹകരണ സംഘമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ വിവരം എല്ലാവരെയും അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ ആഹ്ലാദമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 9ഓളം സ്റ്റാഫ്, സെക്രട്ടറി അടക്കം ഉള്ള കൂട്ടായ്മയാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അറിയിക്കുന്നതിലും ഏറെ സന്തോഷം ഉണ്ട്. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന ഡയറക്ടർമാർ, അതുപോലെ തന്നെ നാട്ടുകാരുടെ അഗൈതമായ സഹകരണം ലഭിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇനിയും നമ്മുടെ സൊസൈറ്റി, ഈ സംഘം കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം പുസ്തക പൂക്കാലം പരിപാടിയുടെ ഭാഗമായി മഠത്തിൽ ബോധി വീട്ടുമുറ്റത്ത് പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. പി ഗോവിന്ദപിള്ള വിവർത്തനം ചെയ്ത ഏതിൽ ലീലിയൻ വോയ്നിച്ച് എഴുതിയ കാട്ടുകടന്നൽ നോവൽ കെ അച്യുതൻ അവതരിപ്പിച്ചു. കോടിയേരി ദേശീയ വായനശാലയുടെ നേതൃത്വത്തിലാണ് നോവൽ ചർച്ച സംഘടിപ്പിച്ചത്. ഏതിൽ ലിലിയൻ വോയ്നിച്ച് എഴുതിയ കാട്ടുകടന്നൽ എന്ന നോവലാണ് ചർച്ചയ്ക്ക് വിഷയമായത്. കെ അച്യുതൻ വിഷയാവതരണം നടത്തി. ടി കെ ഷാജ് മോഡറേറ്ററായി. വായനശാല സെക്രട്ടറി കെ പി അരുൺകുമാർ, രജത് ചന്ദ്ര എന്നിവർ സംസാരിച്ചു. വി ജയറാം, സ്നേഹലത, ഗീത ടീച്ചർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അദ്ദേഹം വാറൻ കുടുംബത്തിലെ അംഗമായിരുന്നു. വാറൻ വലിയ കപ്പൽ മുതലാളിമാരാണ്, കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുണ്ടായിരുന്ന മകനാണ് ജെയിംസ് ബട്ടൺ. ജെയിംസ് ബട്ടന്റെ ഭാര്യയാണ് ജൂലിയ. ഈ ജൂലിയ എപ്പോഴും കുത്തുവാക്കുകൾ പറയും. അതുകൊണ്ട് വീട്ടിൽ അമ്മയുടെ മരണശേഷം അമ്മ ഗ്ലാഡിസ്. തലശ്ശേരി അതിരൂപതയിലെ പേരാവൂർ മേഖല സംഘടിപ്പിച്ച മാതൃവേദി സംഗമം ജ്വാല നിർമ്മലഗിരി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകാരോട്ട് ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓഡിറ്റോറിയത്തിൽ ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകാരോട്ട് ഉദ്ഘാടനം ചെയ്തു.
അമ്മമാരുടെ വലിയൊരു പ്രത്യേകതയാണത്. തീർച്ചയായിട്ടും എല്ലാ അമ്മമാർക്കും അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരാൾ ഒരു അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുണ്യം തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിലേ അവർക്ക് ഒരു അമ്മയായിട്ട് തീരുവാനായിട്ട് പറ്റുകയുള്ളൂ. സമുദായ ശാക്തീകരണ വർഷത്തില് സമുദായത്തെ ശക്തിപ്പെടുത്തുക, അതിനെ കൂട്ടായ്മയിൽ നിലനിർത്തുക, അതിന്റെ വിശ്വാസ ശാക്തീകരണം നടപ്പിലാക്കുക എന്നീ വലിയ ലക്ഷ്യങ്ങളോടെയാണ് നമ്മുടെ അതിരൂപത മുന്നേറിക്കൊണ്ടിരിക്കുക. അതിൽ മാതൃവേദിക്കുള്ള പങ്ക് വലിയ പങ്കാണ്. അതിൽ നേതൃത്വം കൊടുക്കുന്ന രൂപത ഡയറക്ടർ ജോഡിയച്ചൻ, അതോടൊപ്പം ജോഡിയച്ചനെ അഭിന്റെ പിതാവ് ഇപ്പോൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകളുടെ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്. അതിരൂപതയെ ശക്തിപ്പെടുത്താൻ, അതിരൂപതയുടെ വിശ്വാസ കാര്യങ്ങളെ ശക്തിപ്പെടുത്താൻ, അതിരൂപതയുടെ വിശ്വാസികളെ ശക്തിപ്പെടുത്താൻ, പ്രത്യേകിച്ച് അവരുടെ നട്ടല്ലായ അവരുടെ എല്ലാം ശക്തി കേന്ദ്രമായ അമ്മമാരെ ശക്തിപ്പെടുത്തേണ്ടത്. മാതൃവേദി പ്രസിഡന്റ് CC ആന്റണി അധ്യക്ഷനായി. സെക്രട്ടറി സീന സുനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാർത്തോമ നസ്രാണി സമുദായത്തിന്റെ ചരിത്രവും ശക്തിയും പ്രസക്തിയും എന്ന വിഷയത്തിൽ ഫാദർ ജോബി കോബാട്ട് ക്ലാസ് എടുത്തു. ഡോക്ടർ സെബാസ്റ്റ്യൻ പൊടിമറ്റം, ഷെല്ലി ജോസഫ്, സി ലിൻഡ, ലിൻസി കുന്നംപുറത്ത്, സിസ്റ്റർ ഗ്രേസി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചവർക്കുള്ള ആദരവും കോൽക്കളിയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ആധ്യാത്മിക സദസ്സും ദേവി സ്തോത്രാർച്ചനയും ഭജനയും നടന്നു. പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായാണ് ആധ്യാത്മിക സദസ്സും ദേവി സ്തോത്രാർച്ചനയും ഭജനയും നടത്തിയത്. ആധ്യാത്മിക പ്രഭാഷകൻ സന്തോഷ് ഇലോളിൽ ഉദ്ഘാടനം ചെയ്തു. KK കുമാരൻ അധ്യക്ഷനായി. കല്ലിക്കണ്ടി ശ്രീകൃഷ്ണ ക്ഷേത്രം, പൊയിലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, ചെണ്ടയാട് നീലാമംഗളപുരം ക്ഷേത്രം, ചെറുവാഞ്ചേരിയിലെ വിവിധ ക്ഷേത്രങ്ങൾ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ആളുകൾ ഭജനയിൽ പങ്കാളികളായി. ക്ഷേത്രം പ്രസിഡന്റ് P മനോജ്, പഞ്ചായത്ത് അംഗം K ഹൈമജ, ചോയൻ ബാലകൃഷ്ണൻ, ജയൻ ചെട്ടിയാൻ, PB വത്സൻ, P ഗോപാലൻ, ശ്രീധരൻ വൈദ്യർ, MP രസിത, K സുരേഷ് കുമാർ, PK രവീന്ദ്രൻ, K ചന്ദ്രി, രചന തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നൃത്തനൃത്യങ്ങളും തിരുവാതിരയും അരങ്ങേറി. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രതിനിധികളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് അവരെ ഇടത്തു നിന്ന് വന്നതുകൊണ്ട് തന്നെ ഏറെ ദീർഘമായിട്ട് ഇത്തരമൊരു സമ്മേളനം നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ താല്പര്യം വളരെ ഹൃദയപൂർവ്വം നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ സമഗ്രമായ വികസനം അത് ഈ നാടിന് ചേർന്നിരിക്കാൻ എല്ലാ തലത്തിലും ആധ്യാത്മികമായും മറ്റു എല്ലാ രീതിയിലും നമ്മുടെ നാടിന്റെ ഒരു ഉണർവ് ഉണ്ടാക്കണമെന്നുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈവിധ്യമുള്ള പരിപാടികളുമായിട്ട് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യം ജനനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ വിട പറഞ്ഞിട്ട് 3 ആണ്ട്. കണ്ണൂരും തലശ്ശേരിയിലും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും. വർഷമായി ചിറക്കരയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ലയിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. LDFന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മാഹി റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ തൊഴിലാളികൾ മാഹി രജിസ്ട്രേഷൻ ബസ് തർക്കത്തിന് താൽക്കാലിക പരിഹാരമായത് സംയുക്ത ചർച്ചയിൽ. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ സംഗമവും വികസന സെമിനാറും ഒക്ടോബർ 4-ന്. സെമിനാറിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി KP മോഹനൻ MLA. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.